അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുവിൻ. കർത്താവ് അത്യുന്നതനും ഭീതിതനുമാകുന്നു. ഭൂമി മുഴുവന്റെയും ഉന്നത രാജാവും അവിടുന്ന് തന്നെയാകുന്നു. ജനതകളെ അവിടുന്ന് കീഴ്പ്പെടുത്തി അവരെ നമ്മുടെ കാൽ കീഴിലാക്കി. താൻ സ്നേഹിച്ച യാക്കോബിന്റെ അഭിമാനമായും തന്റെ അവകാശമായും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. മഹത്വത്തോടും കാഹള ശബ്ദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം. ദൈവത്തിന് സ്തുതി പാടുവിൻ, നമ്മുടെ രാജാവിന് കീർത്തനമാലപിക്കുവിൻ. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്, അവിടുത്തേക്ക് സ്തോത്രമാലപിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു, വിശുദ്ധ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നു. ജനതകളുടെ അധിപന്മാരെ അബ്രാഹത്തിന്റെ ദൈവത്തിങ്കലേക്ക് തിരിയുവിൻ. ദൈവമാണ് ഭൂമിയുടെ അധിനാഥൻ, അവിടുന്നാണ് മഹോന്നതൻ. നമ്മുടെ കർത്താവ് ഉന്നതനാകുന്നു, ദൈവത്തിന്റെ നഗരത്തിൽ അത്യന്തം സ്തുത്യർഹനാകുന്നു. ദൈവത്തിന്റെ പർവ്വതം പരിശുദ്ധവും മഹനീയവുമാണ്. വടക്കുള്ള സിഹിയോൻ മല ഉന്നതനായ രാജാവിന്റെ നഗരമാണ്. അത് ഭൂതലം മുഴുവന്റെയും ആനന്ദമാണ്. അതിന്റെ ബലമുള്ള കോട്ടകൾ ദൈവശക്തിയെ വെളിപ്പെടുത്തുന്നു. രാജാക്കന്മാർ തയ്യാറായി വന്നു, അവർ ഒരുമിച്ച് മുന്നോട്ടു നീങ്ങി. നഗരം കണ്ട് അവർ സ്തംഭിച്ചു പരിഭ്രാന്തരായി. ഈറ്റുനോവിനത്ത കഠിനവേദന അവരെ ഗ്രസിച്ചു. അവർ താർശീശിൽ കൊടുങ്കാറ്റിൽ തകർക്കപ്പെട്ട കപ്പലുകളെ പോലെയായി.
ശക്തനായ കർത്താവിന്റെ നഗരത്തെ പറ്റി കേട്ടവയെല്ലാം കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കണ്ടു. ദൈവത്തിന്റെ നഗരത്തിൽ ഞങ്ങൾ അവ ദർശിച്ചു. ദൈവം അവളെ എന്നേക്കും ഉറപ്പിക്കും. ദൈവമേ, അങ്ങയുടെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. അങ്ങയുടെ നാമം പോലെ തന്നെ സ്തുതികളും ഭൂമിയുടെ അതിർത്തി വരെയും എത്തുന്നു. അങ്ങയുടെ വലം കൈ നിറയെ നീതിയാകുന്നു. കർത്താവേ, അങ്ങയുടെ ന്യായവിധിയെ കുറിച്ച് സിഹിയോൻ മല സന്തോഷിക്കട്ടെ, യൂദായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ. നിങ്ങൾ സിഹിയോന് ചുറ്റും നടക്കുവിൻ, അതിന് പ്രദക്ഷിണം വയ്ക്കുവിൻ, അതിന്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ. വരും തലമുറയോട് ഉണർത്തിക്കാൻ വേണ്ടി അതിന്റെ കോട്ടകൾ നിരീക്ഷിക്കുവിൻ. അതിന്റെ ബലത്തിൽ ഹൃദയമുറപ്പിക്കുവിൻ. അവിടുന്നാണ് ദൈവം, എന്നേക്കുമുള്ള നമ്മുടെ ദൈവം. മരണത്തിന് അതീതമായി അവിടുന്ന് നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. ജനതകളെ, ഭൂവാസികളെ ശ്രവിക്കുവിൻ, ധനികരെ ദരിദ്രരെ ശ്രദ്ധിക്കുവിൻ. എന്റെ അധരം ജ്ഞാനവും ഹൃദയം വിവേകവും സംസാരിക്കും. അന്യാപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കട്ടെ, സുഭാഷിതങ്ങൾ ഞാൻ വീണയിൽ വായിക്കട്ടെ. ക്ലേശദിനങ്ങളിൽ ഞാൻ ഭയപ്പെടുകയില്ല, ശത്രുക്കളുടെ ദുഷ്ടത എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ തങ്ങളുടെ ശക്തിയിൽ ശരണം വയ്ക്കുന്നു, ധനസമൃദ്ധിയിൽ അഹങ്കരിക്കുന്നു. സഹോദരന് അവരെ രക്ഷിക്കാനാവില്ല, വീണ്ടെടുപ്പിന്റെ വില ദൈവത്തിന് നൽകാൻ മനുഷ്യനാവില്ല. ആത്മാവിന്റെ രക്ഷ അമൂല്യമാണല്ലോ. നിരന്തരം അധ്വാനിക്കുക, നീ എന്നേക്കും ജീവിക്കും, നീ ക്ഷയിച്ചു പോകുകയില്ല. വിജ്ഞാനികളുടെ മരണം നീ കാണും, ഭോഷരും ചിന്താശൂന്യരും നാശമടയുന്നു. അവർ തങ്ങളുടെ സമ്പത്തെല്ലാം മറ്റുള്ളവർക്കായി കൈവിടുന്നു. ഭൂമിയിൽ അവർ പുകഴ്ത്തപ്പെട്ടിരിക്കാം, എങ്കിലും അവരുടെ നിത്യവസതിയും എന്നേക്കുമുള്ള വാസസ്ഥലവും ശവകുടീരങ്ങളായിരിക്കും. മനുഷ്യർ തന്റെ പ്രതാപത്തിൽ വിവേകപൂർവം വ്യാപരിച്ചില്ല, മൃഗത്തെ പോലെ അവർ അവസാനിക്കും. തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നവരുടെ ഗതി ഇതായിരിക്കും, സ്വയം പ്രീണിപ്പിക്കുന്നവരുടെ ഭാഗധേയവും. ആടുകളെ പോലെ അവർ ശിയോലിൽ ഏൽപ്പിക്കപ്പെടും, മരണം അവരെ മേയ്ക്കും. പരമാർത്ഥ ഹൃദയർ പ്രഭാതത്തിൽ അവരെ ഭരിക്കും, ദുഷ്ടരുടെ രൂപം ശിയോലിൽ മറയും, അവരുടെ മഹത്വമെല്ലാം അസ്തമിക്കും. ദൈവം എന്റെ ആത്മാവിന് രക്ഷയേകും, ശിയോലിന്റെ പിടിയിൽ നിന്ന് മോചിക്കും. ഒരുവൻ സമ്പന്നനാകുകയും ഭവനത്തിന്റെ മഹത്വം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നീ ഭയപ്പെടേണ്ട. മരിക്കുമ്പോൾ അവനൊന്നും കൊണ്ടുപോകുകയില്ല, മഹത്വം അവനെ പിൻചെല്ലുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ ജീവിതകാലത്ത് തന്നെ തന്നെയാണ് പുകഴ്ത്തിയത്. അവൻ തന്റെ പിതാക്കന്മാരോട് ചേരും, ഒരു കാലത്തും അവൻ വെളിച്ചം കാണുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. മൂന്നാളുകളിൽ കുടികൊള്ളും ദൈവത്തിൻ തിരുവ്യക്തിത്വം ഉദ്ഘോഷിപ്പൂ ശ്ലീഹന്മാർ ലോകാന്തം വരെ എന്നാളും. കർത്താവേ, ദുഷ്ടരുടെ മോഹം സാധിച്ചു കൊടുക്കരുതേ. ദുഷ്ടനെ അനിശം തോൽപ്പിക്കാൻ ദാസർ ഞങ്ങൾക്കെന്നാളും നാഥാശ
ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നാഥ, നിന്റെ സമാധാനം നാനാദിക്കിലും ഒരുപോലെ ശാന്തി കതിരൊളി തൂകട്ടെ, ദാസരിലെന്നും നിറയട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കിന്നര തന്ത്രികൾ മീട്ടി സദാ തിരുസഭ മോദാൻ പാടട്ടെ. താതനും അതുപോൽ ആത്മജനും റൂഹായ്ക്കും സ്തുതിഗീതങ്ങൾ. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ, നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പൗലോസ്ലിഹ കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിൻ്റെയും ആചരണത്തിലും ഇവയെല്ലാം വരാനിരിക്കുന്നവൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപടവിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗാലാലസമായ മനസ്സോടുകൂടി വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. അവർ ശിരസിനോട് ഗാഠബന്ധം പുലർത്തുന്നില്ല. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്റെ
തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും